ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വിവരങ്ങളെല്ലാം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പക്ഷേ ഞാൻ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് ജീവിക്കാൻ പഠിച്ചു തുടങ്ങിയ സമയത്താണ് വീണ്ടും ഇങ്ങനൊരു പ്രശ്നം വന്നത്. ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല. എല്ലാവർക്കും അവരവരെ ഇഷ്ടം, അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം, അതിലൊരു തെറ്റുമില്ല. പിന്നെ ഞാൻ അത് ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ എൻ്റെ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് ഞാൻ അതൊന്നും ആലോചിക്കാനേ കൂട്ടാക്കുന്നില്ല. പോകുന്ന വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് മാത്രമേ ചിന്തിച്ചു. നമുക്ക് എന്താണോ ദൈവം വിധിച്ചിരിക്കുന്നത് അതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വന്നത് ചില ബന്ധങ്ങളെക്കുറിച്ചാണ്. ചില ബന്ധങ്ങൾ എപ്പോഴും അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ചില ബന്ധങ്ങളുണ്ട്. അത് നമ്മൾ വിചാരിക്കും രക്തബന്ധങ്ങളല്ലേ എന്ന്. പക്ഷേ ഇതൊന്നും രക്തബന്ധങ്ങളല്ല. അവരൊക്കെ മുൻതൂക്കം കാണുന്നതും പുള്ളി മണി, അതായത് ക്യാഷ്. കാരണം രണ്ട് മക്കളുണ്ടെങ്കിലും രണ്ട് മക്കളുണ്ടെങ്കിലും അച്ഛനും അമ്മയും രണ്ട് കണ്ണിൽ കാണുന്ന രീതിയും നമ്മുടെ ഇന്ന് നാട്ടിൽ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. സ്വത്തിൻ്റെ പേർക്ക് അടി, വഴക്ക്, പ്രശ്നങ്ങൾ പല രീതിയിലും. പക്ഷേ ഒരാൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ സ്വത്ത് വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ അതും നടക്കത്തില്ല. അതും ചില അച്ഛനും അമ്മയുടെയും വാശിയും പിന്നെ സഹോദരങ്ങളുടെ വാശിയിലും അതെല്ലാം പിടിച്ച് വെച്ച് കയ്യിൽ വെച്ച് പിന്നെ അവരത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് കടവും കയറി ആ ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പോലുള്ള സൗകര്യം പോലും അതിൽ കിട്ടത്തില്ല. ആ കടം വീട്ടാനുള്ള എമൗണ്ടേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെ കുറേ ഫാമിലീസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും മുൻഗണന ഉള്ളത് മൊത്തം പൈസ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ജീവിക്കാം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് സ്വത്തുള്ളതാണ് അംബാനി എന്താ ചെയ്തത്? മക്കൾക്ക് ഒരു പക്വതയായ സമയത്ത് പുള്ളിയുടെ ആയ സ്വത്തുക്കളെല്ലാം വീതിച്ച് മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഇന്ന ചെയ്യും, ഇന്നാളിങ്ങനെ ചെയ്യും. മിക്ക കുടുംബങ്ങളും, അംബാനി എന്നല്ല മിക്ക കുടുംബങ്ങളും ഫാമിലിയിലും നമ്മൾ കാണുന്നുണ്ട്. ചില ഫാമിലിയാണ് ഇതിന് ഭയങ്കര എതിരായിട്ട് നിൽക്കുന്നത്. കാരണം ഈ സ്വത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മകനോ മകളോ കൊണ്ട് വിറ്റ് കളയുമോ, ഇല്ലെങ്കിൽ ഈ സ്വത്ത് ഇത്രയും വെച്ചിട്ട് പിന്നെയും അവർ ഭയങ്കര ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ജീവിക്കുന്ന പല ആൾക്കാരെയും എനിക്ക് നേരിൽ അറിയാവുന്നവരാണ്. ഇപ്പം സ്വത്തുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് മരിക്കുമ്പം കിടക്കാൻ പറ്റുന്ന എത്ര 6 അടി മണ്ണ്. ഇപ്പോൾ 6 അടി മണ്ണും കിട്ടത്തില്ല. ഉള്ള സത്യം പറയുന്ന കറണ്ടിലാണ് കൊണ്ടുവെക്കുന്നത്. അത് 6 അടി മണ്ണൊന്നും ഇപ്പോൾ നമ്മുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടുവളപ്പിൽ വെക്കാൻ പറ്റില്ലെങ്കിൽ നേരെ അത് കൊണ്ടുവന്ന് മറ്റേ കറണ്ടിൽ വെക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്കുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഇവർ ഈ ചില ബന്ധങ്ങൾ, ചില ആൾക്കാർ ഇങ്ങനെ സ്വത്ത് മുറുക്കി പിടിച്ച് ജീവിക്കുന്നു? അതെനിക്ക് അത്ര അങ്ങോട്ട് ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ സ്വത്ത് മുറുകി പിടിച്ച് ഇങ്ങനെ കൈക്കുള്ളി പിടിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അത്രയും കഷ്ടതകളും അത്രയും അനുഭവിച്ച് ചിലപ്പോൾ ആ ഒരു 2 സെൻറ്റ് ഭൂമി കൊടുത്താലോ ഒരു 3 സെൻറ്റ് ഭൂമി വിറ്റാലോ ഇവർക്ക് നല്ലൊരു വീടും വെച്ച് സന്തോഷം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതൊന്നും ചിന്തിക്കാതെ ഒരു ചെറിയ കുഞ്ഞു കുടിസ് വീട്ടിൽ ഇത്രയും സ്വത്ത് വെച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കും. ബുദ്ധിമുട്ടി അത്രയും സ്വത്തുണ്ടായാലും വേറൊരിടത്ത് പോയി ജോലി ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ആ വീട്ടിൽ അരി സാധനങ്ങളും വെച്ച് കഴിച്ച് ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ജനറേഷൻ എന്തിനാണ് സ്വത്ത് നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്നത്? അവർക്ക് കൈയും കാലും ഇല്ലേ? പണ്ടുള്ള ആൾക്കാരത് ചെയ്ത് വെച്ചിരുന്നു, സത്യം തന്നെയാണ്. അത് ചെയ്ത് ആ ജനറേഷന് അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ജീവിക്കാൻ സ്വത്തും മുതലും ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ കാലത്ത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ സ്വത്തിനോടോ അല്ലെങ്കിൽ വേറെയുള്ള ഇതിനോടോ ഒന്നും താല്പര്യമില്ല. അവർക്ക് അവരുടേതായിട്ട് ലൈഫും അവരുടെ എൻജോയ്മെൻറ്റുമാണ് വലുത്. ഇല്ലെങ്കിൽ തന്നെ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും മക്കൾക്ക് വേണ്ടി സ്വത്ത് സ്വരുക്കൂട്ടി ഒരച്ഛനും അമ്മയും വെക്കരുത്. മരിക്കണ സമയത്ത് സന്തോഷം സമാധാനത്തോടെ മരിക്കാൻ പറ്റുമോ? അതാണ് ഏറ്റവും വലുത്. ഇത്രയും സ്വത്ത് വെച്ചിട്ട് നമ്മൾ അസുഖങ്ങളായിട്ടും സുഖമില്ലാതെയും കിടന്നിട്ട് എന്ത് നേടാനാണ്? സമയത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട്. അങ്ങനെ ചില മനുഷ്യരുണ്ട് കേട്ടോ, ഉള്ളത് പറയാണ്. സ്വത്ത് എനിക്ക് ഒരു ഫാമിലി അറിയാവുന്നതുകൊണ്ട് പറയാം. സ്വത്ത് ഒത്തിരി ഉണ്ട്, ഇട്ട് വാരി മൂടാനുള്ള സ്വത്തുണ്ട്. പക്ഷെ അവർ ജീവിക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ്. പക്ഷേ അവിടുത്തെ ആ അമ്മ വെച്ചാൽ പല ജോലികൾക്ക് പോയിട്ട് ജീവിക്കും. എന്ത് കാര്യത്തിനാണ്? ഇത്രയും സ്വത്ത്, കോടികൾ വിലയുള്ള സ്വത്തുണ്ട്. ആ സ്വത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം ഒരു 5 സെൻറ്റോ ഒരു 10 സെൻറ്റോ വിറ്റാൽ അവർക്ക് നല്ലൊരു വീടും വെച്ച് ബാക്കി പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട് അതുകൊണ്ട് മാസം ചിലവിനെടുത്ത് സുഖമായി ജീവിക്കാനുള്ളതേ ഉള്ളൂ. ഇവർ ഈ സുഖ സൗകര്യങ്ങളൊന്നും ജീവിക്കാതെ മരിച്ചു പോയിട്ട് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ഈ സ്വത്ത് കരുതി വെച്ച് അവരും വന്ന് വിറ്റ് ഇത് നശിപ്പിക്കില്ലെന്ന് എന്തുറപ്പുണ്ട്?
ഇവരോ ജീവിച്ചില്ല, ഇവരെന്ത് ചെയ്യും? ഇവരെ മകൾക്കോ മകനോ ഈ സ്വത്ത് കൊടുക്കും. ഈ സ്വത്ത് ഇത് മകളെങ്കിൽ മകൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ മകൻ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവും, അവർക്ക് മക്കളുണ്ടാവും. പക്ഷേ ഇവരുടെ അച്ഛനും അമ്മയും ഇരുന്ന മാതിരി ഒരിക്കലും ഈ അച്ഛനും അമ്മയും ഇരിക്കത്തില്ല. ഇവരെന്ത് ചെയ്യും? മക്കൾക്കിത് കൊടുക്കും. മക്കളിത് വിറ്റ് മൊത്തം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി ഇവരുടെ ജീവിതവും കഷ്ടമാക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതി അവരുടെ അച്ഛനമ്മ എങ്ങനെയായിരുന്നു അതുപോലെ ഇവരുടെ അവസ്ഥയാവും. അത് ചെയ്യാതെ ഉള്ള സമയത്തിൽ ഉള്ള കുറച്ച് മുതലായാലും വിറ്റ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്ന് പെൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വെച്ച് മകനുണ്ടെങ്കിൽ മകൻ ആ സ്വത്തിൻ്റെ ഒരു അംശം കൊടുത്ത് അവനൊരു ബിസിനസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തോ നമ്മുടെ കൺമുമ്പിൽ തന്നെ അവർ നിൽക്കുകയാണെങ്കിൽ എത്ര സന്തോഷകരമായിരിക്കും ആ ജീവിതം. അതൊന്നും ഒരച്ഛനമ്മയും ചിന്തിക്കത്തില്ല. ഈ സ്വത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഈ നാട്ടുകളിൽ പല കൊലപാതകങ്ങളും പല പ്രശ്നങ്ങളും പല രീതികളും ഈ സ്വത്തിൻ്റെ പേരിൽ മാത്രം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെയാണ് ഈ മതം മാറി കല്യാണം കഴിക്കുക, വേറൊരു മതസ്ഥരെ പോയി കല്യാണം കഴിക്കുക. എൻ്റെ മോള് ഇപ്പം ഇങ്ങനെയുള്ളത് ഒരു ക്രിസ്ത്യാനി പയ്യൻ തന്നെയാണ്, അതൊക്കെ. പക്ഷെ അതൊന്നും ഒരു ജീവിതകാലം നീണ്ടു നിൽക്കുന്ന ഒരു കാരണങ്ങളല്ല. കാരണം ഹിന്ദുക്കൾ തന്നെ ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനിമാരാകുന്നത്. അവരുടെ ബന്ധുക്കളെല്ലാം ഹിന്ദുക്കളായിരിക്കും, പക്ഷേ ഇവർ ക്രിസ്ത്യാനികളാവും. എന്നുവെച്ചാൽ ഈ പാസ്റ്റർമാർ അങ്ങനെയുള്ള ആൾക്കാർ, അത് ക്രിസ്ത്യാനികളൊന്നും പറയാൻ പറ്റത്തില്ല, ഈ പാസ്റ്റർമാരെല്ലാം കൂടെ വന്ന് അവരെ പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ഹിന്ദുക്കൾ അത് വിശ്വസിച്ചിട്ട് അവർ മരിക്കുമ്പോഴും അവരെ മരണാന്തര ചടങ്ങുകളെല്ലാം ഹിന്ദുക്കളുടെ രീതി നടത്തും. ഹിന്ദുവിലും ഇല്ല ക്രിസ്ത്യൻസിനും ഇല്ല, ഇതിന് രണ്ടിൻ്റെ നടുവിലാണ് ഇങ്ങനെയുള്ള മനുഷ്യർ നിൽക്കുന്നത്. അവർ ചിന്തിക്കുന്നില്ല എന്താ ഇവർക്ക് സംഭവിക്കുന്നതെന്ന്. കാരണം ഇവർ ഒരു വലിയ ഹോൾ ഇങ്ങനെ എടുക്കും, ആ ഹോളിൽ പ്രാർത്ഥന വെക്കും, പ്രാർത്ഥന വെച്ചിട്ട് ഇവർ പ്രാർത്ഥിക്കും. പക്ഷേ മറ്റേ ഹിന്ദുക്കളാണ് ഈ പ്രാർത്ഥനയ്ക്ക് മിക്ക ആൾക്കാരും ചെല്ലുന്നത്. ചെല്ലുമ്പോൾ അവരുടെ തലയിൽ ഇങ്ങനെ സാധനം വെക്കും, ചില ആൾക്കാർ ബോധം കെട്ട് വീഴും, അങ്ങനെയൊക്കെ ചെയ്യും. ചെയ്തിട്ട് ഇവരങ്ങ് സ്വയം ചിന്തിക്കും, ഞങ്ങളിങ്ങനെ ഇതിന് അടിമത്തമായി ഇല്ലെങ്കിൽ അടിമയായി പറഞ്ഞിട്ട് ഇവരങ്ങ് പ്രാർത്ഥന തുടങ്ങും. പക്ഷേ ഇവരെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇവരെ ബന്ധുക്കളായാലും ഇവരെ മക്കളായാലും എല്ലാം ഹിന്ദുക്കളുടെ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരത് ചിന്തിക്കത്തില്ല. ഇവർ ചെന്ന് ആ ഒരു പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ട് ആ രീതിയിൽ ഇവരങ്ങ് ജീവിച്ചിട്ട് പിന്നെ പല പല പ്രശ്നങ്ങളും ഫാമിലിക്കുള്ളിലുണ്ടാവും. പിന്നെ മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അതൊരു ഇഷ്യൂസാവും. ജാതി മതം എല്ലാം വേണം, പക്ഷേ ഒരു മതത്തിൽ നിന്നും ഒരു മതത്തിലോട്ട് ഒളിച്ചോട്ടമാവരുത് ഒന്നും. ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആണെന്ന് തന്നെ ജീവിക്കുക, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആണെന്ന് തന്നെ ജീവിക്കുക, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ ആണെന്ന് തന്നെ ജീവിക്കുക. പക്ഷേ ഒരു കല്യാണം കഴിക്കുന്നതിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റിൻ്റെ പേരിലോ ഒരിക്കലും ഒരു ഒളിച്ചോട്ടം ഒരു മതത്തിൽ നിന്ന് ഒരു മതത്തിലോട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. അത് നമ്മുടെ വ്യക്തിത്വം ബാധിക്കും, നമ്മളെയും ബാധിക്കും, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും ബാധിക്കും. മൊത്തത്തിൽ ഒരു ആലങ്കോലമായിപ്പോവും. അതൊരിക്കലും ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ഈ 5 വിരലും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ആ വീട്ടിൽ 3 പേരായിരിക്കും ചിലപ്പോൾ ഇതിൽ ചേർന്ന്, ബാക്കി 2 പേര് എതിർപ്പായിരിക്കും. അപ്പോൾ അവിടെ ഒരു കുടുംബകലഹം ഉണ്ടാകും, പ്രശ്നങ്ങളാവും, പല പല പ്രശ്നങ്ങളായി, പിന്നെ അടിയായി, വഴക്കായി, കുത്തായി, കൊലപാതകമായി, ആ ഒരു നിലയിലൊക്കെ ഓരോ കുടുംബത്തിൽ ചെന്ന് എത്തിപ്പെടും. അന്നേരം ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെന്ന് ഇടപെടാതെ സ്നേഹത്തിനോ പ്രണയത്തിനോ ഒന്നും ജാതി മതവും ഇല്ല. ഒരാണും പെണ്ണും സ്നേഹിക്കുന്നെങ്കിൽ അത് സ്ത്രീയും പുരുഷനുമായിട്ട് സ്നേഹിക്കുക. അതിന് ജാതി മതം എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇങ്ങനെ പല മനുഷ്യർ പല രീതിയിലാണ് ജീവിക്കുന്നത്. അന്നേരം എനിക്കിന്ന് ഇതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം സ്വത്തിൻ്റെ പേരിൽ അടികൂടുക, വേറെയുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുക. അതുപോലെ തന്നെ വേറൊരു ചില കൂട്ടുകാരുണ്ട്, കുടുംബത്തിനകത്ത് കുളം കുത്തും. കുടുംബത്തിനകത്ത് കാരണം ചിലപ്പോൾ അമ്മയും മകളെയും തെറ്റിക്കും, അമ്മയും മകനെയും തെറ്റിക്കും, അല്ലെങ്കിൽ അമ്മയും സിസ്റ്ററേയും തെറ്റിക്കും. അങ്ങനെ പല രീതിയിൽ കുടുംബത്തിനകത്ത് തന്നെ ചില ആൾക്കാർ കുളന്ന് കുത്തും. അതും മോശമാണ്. എന്തിനാണ് അങ്ങനെ? കാരണം നമുക്കുള്ള ഒരു ഇച്ചിരി സമയം ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന കുറച്ച് സമയമാണ്. ആ സമയത്തിൽ എല്ലാവരോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ ശ്രമിക്കാതെ അതിനിടയിലും കുളം കുത്തി അവിടെയും പ്രശ്നമുണ്ടാക്കി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് മറ്റേത് പറഞ്ഞ് അതൊന്നും ജീവിതത്തിൽ നമുക്ക് എവിടെയും ചെന്ന് എത്തിപ്പെടാനും പറ്റത്തില്ല, നമ്മളൊന്നും നേടാനും പോകുന്നില്ല. ഇവിടെ നിന്ന് ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആരും എന്നെ പൊങ്കാലയിടാൻ വരരുത്. ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് ചുറ്റും കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ. ആർക്കും ആരെയും മനസ്സിലാക്കാൻ സമയമില്ല, ഇല്ലെങ്കിൽ അവരെന്താ പറയുന്നതെന്ന് കേൾക്കാനുള്ള ക്ഷമയില്ല, സമയവുമില്ല. തോന്നുന്നത് അങ്ങ് പറയുക, തോന്നുന്നത് അങ്ങ് സംസാരിക്കുക. ഇപ്പം നമ്മൾ പറയുന്നത് നിസ്സാര ഒരു കാര്യമായിരിക്കും, പക്ഷെ അപ്പുറത്തേക്ക് നമ്മൾ അവരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അത് മോശമായി സംസാരിക്കുക.
പല കാര്യങ്ങളുണ്ട്, പല പല കാര്യങ്ങൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട് പല കാര്യങ്ങൾ. അല്ലെങ്കിൽ വീട്ടിൽ പുറത്ത് പോയാലും നമുക്ക് കാണാം. നമ്മൾ ഒന്നാമത് ശ്രമിക്കേണ്ടത് നമ്മൾ മനുഷ്യരെ മനുഷ്യരായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ആർക്കുമില്ല, ഒരു ചെറിയ ക്ഷമ പോലും ഇല്ല. എനിക്കുണ്ടോയെന്ന് വെച്ചാൽ എനിക്കുമില്ല, അത് തന്നെ പറയണം. കാരണം നമ്മളെല്ലാവരും വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന മാതിരിയാണ്. എന്താണ് ഇങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി പറയുക. ഓരോരോ ദിവസങ്ങൾ ഓരോരോ കാര്യങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും പല പല രീതിയിലാണ്. എന്താ ചെയ്യുക? ഒന്നും വയ്യ. ഇങ്ങനെ കാണുക, കേൾക്കുക, ഒരല്ല കാണണ്ട, കേൾക്കണ്ട, മിണ്ടണ്ട, പറയണ്ട, അതുപോലുള്ള അവസ്ഥയാണ് മനുഷ്യർക്ക്. ചിലവർ അങ്ങേയറ്റം വരെ നമ്മളെ കുത്തി സംസാരിക്കും. അങ്ങേയറ്റം നമ്മൾ കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ വരെ നമ്മളെ അടിച്ചമർത്തി നമ്മൾ സംസാരിക്കും. ഇപ്പം തന്നെ മോള് തിരിച്ചു പോകുന്നതിൻ്റെ ഇപ്പോൾ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം ഞാൻ കാണണം, കേൾക്കണം. കാരണം അവരവർക്ക് അവരവരുടെ തീരുമാനമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഒരു ദുഷ്ട അമ്മയല്ല. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം ഒരാളുടെ വിഷമം പറഞ്ഞാൽ അതെനിക്ക് ആ രീതിയിലേ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവരിങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ലെവലേ കാണാൻ പറ്റൂ. പിന്നെ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എൻ്റെ വിഷമമൊന്നും ആരും കാണില്ല. ഇല്ല ഞാൻ വേദനിക്കുന്നുണ്ടോ, എനിക്ക് വിഷമങ്ങളുണ്ടോ, ഇല്ല ഞാൻ എന്താണെന്നോ ആരും മനസ്സിലാക്കത്തില്ല. എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളുമാണ് വലുത്. എനിക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരുടെ കാര്യമാണ് ഇപ്പോൾ പൊതുവെ പറയുന്നത് കേട്ടോ. ഞാൻ ഉള്ള സത്യം പറയാണ്. എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളുമാണ് വലുത്. ഞാനെന്ന് പറയുന്ന വ്യക്തിനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ വിചാരിക്കുക എന്നെ മനസ്സിലാക്കി ഇന്ന ആൾക്കാരുണ്ട്, ഞാൻ നോക്കിയിട്ട് ഒരു മനുഷ്യർ പോലും എന്നെ മനസ്സിലാക്കി വരില്ല. ഞാൻ എത്ര ചിന്തിച്ചിട്ട് എനിക്ക് ഞാൻ ഇവരൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഇവരൊന്നും എന്നെ മനസ്സിലാക്കാത്തതെന്ന്. ഇനി നമ്മളെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആരുമില്ലെന്നാണ് എൻ്റെ ചിന്ത, എന്നെ മനസ്സിലാക്കാൻ. കാരണം എല്ലാവർക്കും എന്താ പറയുക, അതെന്തൊരു വേട് പറയണമെന്നറിയാൻ വയ്യ. എല്ലാം സഹിക്കണം. ഞാൻ എല്ലാവരെയും മനസ്സിലാക്കും. പക്ഷെ ഒരു അംശം പോലും എന്നെ മനസ്സിലാക്കുന്നത് എനിക്ക് ചുറ്റും ഒരു വ്യക്തികളില്ലെന്ന് എനിക്ക് ഇന്നും പ്രൂഫായാണ് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ കാണുന്ന കണക്കല്ല അവരാരും എന്നെ കാണുന്നത്. ഇന്നും എനിക്കത് മനസ്സിലായ കാര്യമാണ്. അന്നേരം ഈ സ്വത്തിൻ്റെ പേർക്കാണെങ്കിലും അല്ലാത്തതിൻ്റെ പേർക്കാണെങ്കിലും നമ്മൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്കിടയിലെ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ. ഒന്ന് കണ്ട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ത് പ്രശ്നങ്ങളും. അത് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി അതും വലിയൊരു ഇൻ്റർനാഷണൽ പോലെ പ്രശ്നങ്ങളാക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല. മനുഷ്യർക്ക് ദൈവം നാക്ക് തന്നേക്കുന്നതിനാ പരസ്പരം പറഞ്ഞ് സമാധാനത്തോടെ കണ്ടും കേട്ടോ തീർക്കാനാണ്. അല്ലാതെ വായി തോന്നിയ വാക്കുകൾ സംസാരിച്ച് കാണാൻ കൊള്ളാത്ത രീതിയിൽ കണ്ടു സംസാരിക്കാനുള്ള അവയവങ്ങളല്ല ഇതൊന്നും ദൈവം നമുക്ക് തന്നു വിട്ടേക്കുന്നത്. ക്ഷമയും എല്ലാം നമുക്ക് മനസ്സിലാക്കാനും എല്ലാം പറയാനും എല്ലാം ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസിനും അതിനുള്ള ഇത് തന്നാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത്. അതിൻ്റെ മനസ്സ് ഒരു വ്യക്തിയെ മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ മനസ്സിലാക്കണം. നമുക്ക് എടുത്തു ചാടി എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം, അത് ഈസിയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വലിയൊരു തെറ്റി നമ്മൾ പിന്മാറും. എല്ലാ മനുഷ്യരും ഇപ്പം നമ്മൾ അത്ര ദേഷ്യത്തിലിരിക്കുക, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യത്തിലിരിക്കുക, നമ്മൾ 2 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ഒന്ന് ശാന്തമായിട്ട് ഒരു പതിയൊന്ന് ബ്രീത്ത് എടുത്ത് നോക്കേ. പതിയെ ബ്രീത്ത് എടുത്ത് ഒരു വീണ്ടും തിരിച്ച് അതേപോലെ വിട്ടു നോക്കേ. ആ മിനിറ്റിൽ നമുക്ക് അത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ സ്പോട്ടിൽ നമുക്കത് മാറും. ഇതൊന്നും ചെയ്യാതെ ഒരു കാര്യം ചെയ്യാതെ ഇപ്പം അവരെ വെട്ടണം, ഇപ്പം അവരെ കുത്തണം, അവരെ ഇപ്പം അടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് തീർന്നാൽ ആർക്കും പോകത്തില്ല. സ്വന്തം അവനവൻ്റെ ജീവിതം നഷ്ടപ്പെടും. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പിന്നെ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനിത് ഷെയർ ചെയ്യും. കാരണം നമ്മൾ കഴിവതും പ്രശ്നങ്ങൾ ഇല്ലാതാക്കണം, പ്രശ്നങ്ങൾ കൂട്ടാൻ ശ്രമിക്കരുത്. അത് അമ്മയായാലും അനിയത്തിയായാലും സഹോദരനായാലും മകളായാലും മുത്തശ്ശിയായാലും അച്ഛനായാലും
പെങ്ങളായാലും അനിയത്തിയായാലും അനിയനായാലും ആരായാലും പ്രശ്നങ്ങൾ ചുരുക്കാനേ ശ്രമിക്കാറുള്ളൂ. ഒരിക്കലും അതൊരു വലിയൊരു തീഗോളമാക്കാൻ ശ്രമിക്കാതിരിക്കുക. തീഗോളമാക്കിയാൽ അതിലാണ് നമ്മളെല്ലാം വെന്തുരുകി ചാകാൻ പോകുന്നത്. ഇത്രയുള്ളൊരു കടുകുമണിയോളം പ്രശ്നം അത് വലിയൊരു മത്തങ്ങയുടെ കൂട്ടാക്കരുത്. നമ്മൾ തോറ്റുപോവുകയാണ് ചെയ്യുന്നത് എല്ലാവരും മുമ്പിൽ. സോറി. ഈ തോൽവി എപ്പോഴും നമ്മൾ വേറ്റ് മേടിക്കാൻ നിൽക്കരുത്. എന്തിനാണ് ഒരു പ്രാവശ്യം ജയിക്കാൻ ശ്രമിച്ചേ? നമുക്ക് ദൈവം നാക്ക് തന്നിരിക്കുന്നത് നല്ല വാക്കുകൾ സംസാരിക്കാനും നല്ല ഇത് ഉച്ചരിക്കാനാണ്, അല്ലാതെ തോന്നിയ കണക്ക് തോന്നിയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊരാളെ ദ്രോഹിച്ചാൽ നമ്മൾ തിരിച്ച് ദ്രോഹിക്കണമെന്നില്ല. ദൈവം കൊടുക്കും അതിന് പണി. അവർക്ക് ദൈവം അതിനുള്ള ആപ്പ് ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അവരെ നാക്കുകൊണ്ട് നേരിടാൻ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ ഒരേ സമമായിപ്പോവും ജീവിതത്തിൽ. പിന്നെ ദൈവം അതിന് പണിഷ്മെൻറ്റ് അവർക്ക് കൊടുക്കില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗെയ്സ് അങ്ങനെ കൊടുക്കുമെന്ന്? ഒരിക്കലും ഇല്ല. 6 മാസം പോയി അര വയസ്സെന്ന് പണ്ട് പറയും. ഇപ്പോൾ 6 മാസം പോയി അര വയസ്സൊന്നും വേണ്ട. 10-15-20 ദിവസത്തിനുള്ളിൽ ദൈവം അതിൻ്റെ ആപ്പ് കൊടുത്ത് നമുക്ക് കണ്ണി കാണാൻ പറ്റും. അത് മനസ്സിലാക്കുക. അച്ഛനും അമ്മേനെയും ബഹുമാനിക്കേണ്ടെന്നുള്ള ബഹുമാനിക്കണം. അതിനൊക്കെ അച്ഛനും അമ്മയും മക്കളെയും അതുപോലെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുകയും വേണം. അല്ല സ്വത്ത് കെട്ടിപ്പിടിച്ച് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും നേടാനില്ല ഈ ലോകത്ത്. അവർക്ക് അതുകൊണ്ട് ഈ ഒരു ജോലി ഇല്ലാത്തവർക്ക് ഈ സ്വത്തുണ്ടെങ്കിൽ അത് വിറ്റ് വരുമാനം കിട്ടുന്ന എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു ബിസിനസ് ചെയ്യാം, അവർ രക്ഷപ്പെടും. അല്ലാതെ ഞങ്ങളും മരിച്ച് കണ്ണടയ്ക്കുന്ന വരെ ഈ സ്വത്ത് ഇങ്ങനെ ഇരിക്കണം, ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. ജീവിക്കണമെങ്കിൽ മനുഷ്യന് എന്ത് വേണം? പൈസ വേണം. അതിൻ്റെ പുറകെ പല രീതിയിൽ മനുഷ്യർ അലയുന്നുണ്ട്. അങ്ങനെയല്ല, ഉള്ളത് കൊണ്ട് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. അല്ലാതെ സ്വത്തിന് വേണ്ടി തമ്മിലടിക്കുക, അങ്ങോട്ട് കുറ്റം പറയുക, നീ ഇല്ലെങ്കിൽ ചേട്ടൻ അന്ന് അത് ചെയ്തില്ലേ, ഇല്ലെങ്കിൽ ചേച്ചി അന്ന് അത് ചെയ്തില്ലേ, ഇല്ലെങ്കിൽ അനിയത്തി അന്ന് അത് ചെയ്തില്ലേ, അതൊന്നും അല്ല വർത്തമാനങ്ങൾ. ഉള്ളതാണെങ്കിലും ഒരു സെൻറ്റ് ഭൂമി ആയാലും അത് 4 മക്കളുണ്ടെങ്കിൽ 4 വീതിക്കുക, 2 മക്കളുണ്ടെങ്കിൽ 2 വീതിക്കുക. എന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ വീതിച്ച് കൊടുത്ത് സന്തോഷ സമാധാനത്തോടെ ജീവിക്കാൻ നോക്കണം. ചില അമ്മൂമ്മമാരോടാണ് ഞാൻ പറയുന്നത്. കാരണം സ്വത്ത് പിടിച്ച് വെച്ചിട്ട് അമ്മയ്ക്ക് വെച്ച് ജീവിച്ചിട്ട് ഒന്നും നേടാം. നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ല. ഇവിടെ ആരുടെ ഒന്നും സ്വന്തമല്ല. സീരിയസ്ലി പറയാം, ഒന്നും സ്വന്തമല്ല ആർക്കും. ഒരു മനുഷ്യർക്ക് ഇവിടെ ഒരു സാധനം സ്വന്തമായിട്ട് ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ സ്വന്തമാണെന്ന് പറയാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ യൂസ് ചെയ്ത സാധനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയോ ആണ്. ഇല്ലെങ്കിൽ എടുത്ത് കളയില്ലെങ്കിൽ തീ കത്തിച്ച് കളയും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇത് നമ്മൾ എത്ര വില കൂടിയ ഈ കണ്ണാടി എത്ര വില കൂടിയതാണെന്ന് പറഞ്ഞാൽ പോലും ഇതെന്താ അവർ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കും. ഒരു 2-3 ദിവസം വെക്കും, 4-ാമത്തെ ദിവസം അങ്ങും ഇഞ്ഞും കിടക്കുന്ന നമ്മളെ കണ്ണിൽ തന്നെ കാണും. സീരിയസ്ലി പറയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ആരും ചെന്ന് പെടാതെ ഉള്ളത് ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? അതാണ് ഈ ലോകത്തെ ഏറ്റവും വലുത്. പൈസ വേണം ജീവിക്കാൻ, വേണ്ടെന്ന് ഒരിക്കലും പറയത്തില്ല. പൈസ വേണം. പക്ഷേ ഈ സ്വത്തെന്ന് പറയുന്നതും ഇല്ലാത്തപ്പോൾ അവർക്കത് യൂസ് ചെയ്യാനുള്ളതാണ് ആ സ്വത്തെന്ന് പറയുന്നത്. ആ സ്വത്ത് ഉള്ളത് വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? അതാണ് ജീവിതം. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ള ഇതാണ് കേസ്. ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. അപ്പം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.